പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന എല്ലാവരും ഏറ്റെടുത്തതിൽ ഏതെങ്കിലും സന്തോഷമുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴും 1,00,000-ലേറെ വ്യൂസ് ആയിട്ടുണ്ട്. എല്ലാ ദിവസവും 1,00,000-ലേറെ വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. ഇനിയും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വരപ്രസാദം ഒരു ഉഷസ്സിൻ്റെ പ്രസാദം പോലെയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്നത്. ഇതൊരു ദൈവ പദ്ധതിയാണ്, ദൈവാനുഗ്രഹമാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ 20ാമത്തെ വർഷം ദൈവം നമുക്ക് നൽകിയ വരദാനമാണ്. സോ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറയണം കേട്ടോ. ഇന്നത്തെ നിയോഗമാണ്. ഇന്ന് കടന്നു പോകുന്ന വഴികൾ, ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, ഇടപഴകുന്ന എല്ലാ സാഹചര്യങ്ങളെ ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ ദിവസം, വെള്ളിയാഴ്ചയാണ്, നവംബർ 22-ാം തീയതി. ഇപ്പം നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും കർത്താവിൻ്റെ കൃപ ചൊരിഞ്ഞു നിൽക്കണം. നിങ്ങൾ എനിക്കൊരു ആശീർവാദമായിരിക്കും. എബ്രാഹത്തിന് കൊടുത്ത വിശ്വാസി എന്ന് പറയുന്നതാണ് എബ്രാഹാം. നമ്മളിൽ എല്ലാവരും എബ്രാഹാം ജീവിക്കുന്നുണ്ട്. whenever you believe you became എബ്രാഹാം. എബ്രാഹാം എന്താണ്? ദൈവത്തിൻ്റെ അനവധിയായ വാഗ്ദാനങ്ങൾക്ക് അർഹനായ ആളാണ് എബ്രാഹാം. എബ്രാഹാം എന്ന് പറഞ്ഞത് ആരാണ്? വിശ്വാസത്തിന് വേണ്ടി ദൈവതിരുസന്നിധിയിൽ വചനം നിറവേറ്റാൻ ഏതറ്റ കൈയും ചെയ്യാവുന്ന ഒരു വ്യക്തി പ്രാഭവത്തിൻ്റെ പേരാണ് എബ്രാഹാം. അപ്പം വെൻ വി ബിലീവ്
വി ബിക്കം എബ്രഹാം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആ നിമിഷം മുതൽ നമ്മൾ എബ്രഹാം ആകും. അപ്പോൾ എബ്രഹാത്തിന് കൊടുത്ത ഫസ്റ്റ് പ്രോമിസ് എന്താണ്? യു വിൽ ബി എ ബ്ലെസ്സിംഗ് ടു ദി എൻറ്റയർ യൂണിവേഴ്സ്. നീ ഈ ഒരു വലിയ അനുഗ്രഹമായിരിക്കും ജനങ്ങൾക്ക്. വിശ്വസിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാണ്. കർത്താവെ, അങ്ങയുടെ മക്കൾ ഈ നിമിഷം അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ നീ ആശീർവദിക്കണം. കർത്താവ്, നിന്റെ തിരുമുറിവാകുന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവ്, അടിപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ഒഴുകണം. എല്ലാ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ എന്ത് വിഷയത്തിലാണോ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത്, ഉത്കണ്ഠപ്പെടുന്നത്, ആ വിഷയത്തിന് മേൽ ദൈവികമായ ശക്തി ഈ നിമിഷം ആവശ്യിക്കട്ടെ. കർത്താവ്, അങ്ങയുടെ കൃപയെന്ന് പറയുന്നത് അങ്ങയുടെ ശക്തിയാണല്ലോ. അങ്ങ് എക്കാലങ്ങളിലും ദൈവം തിരഞ്ഞെടുത്ത വിശ്വാസികളായ എല്ലാ മക്കൾക്കും കർത്താവ് അങ്ങ് കൊടുത്ത ശക്തിയാണ്. കർത്താവ്, ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നീ ആശീർവദിക്കുന്നവരെ ഞാൻ ആശീർവദിക്കുമെന്ന് പറയുന്ന അങ്ങയുടെ വാഗ്ദാനം. കർത്താവ്, ഞങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നു, ആരെല്ലാം കണ്ടുമുട്ടുന്നു, എന്തിലെല്ലാം ഇടപഴകുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കാൻ ഇടയാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ സംസാരങ്ങൾ, ചിന്തകൾ, കേൾവികൾ, നിങ്ങളുടെ വിശ്രമങ്ങളിൽ പോലും കർത്താവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ ഉണർന്നു വരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അപ്പോസ്തലന്മാർ നീ അയച്ച അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങളും കർത്താവ് നിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ അയക്കപ്പെടുകയാണ് ചെയ്യേ. നീ അയക്കി ചെല്ലുന്ന ഏത് വീട്ടിൽ ചെന്നാലും സമാധാനം ആശംസിക്കാമെന്ന് അരുളി ചെയ്തപ്പോൾ നിൻ്റെ നാമത്തിൽ ആരോട് ഞങ്ങൾ സംസാരിക്കുന്നുവോ, ആർക്കെല്ലാം ഞങ്ങൾ ഹൃദയത്തിൽ സമാധാനം അവർക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം അത് അവകാശമാക്കാനും ഓഹരിയാക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധ നിറയട്ടെ. കർത്താവ്, ആശുപത്രിയിൽ കഴിയുന്നവർ, ആശുപത്രിയിലേക്ക് പോകുന്നവർ, ടെസ്റ്റിന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുള്ളവർ, ബയോപ്സിക്ക് കൊടുത്തിട്ടുള്ളവർ, കർത്താവ് എല്ലാവരും നീ ഏറ്റെടുക്കണം. കർത്താവ്, വല്ലപാടും ചത്താൽ മതിയാന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അത്രയ്ക്ക് ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ട് ഈശോയെ. കടങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ, ചതിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, കർത്താവ്, വേദനപ്പെട്ടിട്ട് ആരും സഹായിക്കാൻ ഇല്ലാതെ കർത്താവ് ഒറ്റപ്പെട്ടു പോയിട്ട് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കണം ചിന്തിച്ചുകൊണ്ട് സ്വയമായിട്ട് വെറുപ്പ് തോന്നുന്നവർ എല്ലാവരെയും ഞാൻ അങ്ങനെ തിരുസ്ഥാനം പരിശുദ്ധമേ ദേവമാതാവേ, യേശുക്രിസ്തുവിൻ്റെ അഭിഷിക്തമായ രക്തം ഞങ്ങൾക്ക് അവകാശമാക്കണ ദൈവപിതാവിൻ്റെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങളും തീരാവേദികളും ജീവദുരിതങ്ങളും യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോവുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഈ നിമിഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും നിങ്ങൾ ഉറങ്ങുന്നത് വരെ കർത്താവിൻ്റെ ശക്തിയുടെ സ്ഫുരണങ്ങൾ അനുഭവിക്കാൻ നിത്യം പിതാവും പുത്രൻ പരിശുദ്ധ സർവീശ്വര അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നവംബർ 22 വെള്ളിയാഴ്ച ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം സക്കറിയായുടെ തിരുവചനങ്ങളാണ്. സക്കറിയായുടെ പ്രവാചകന്റെ തിരുവചനം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഞാൻ സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും, ആകാശം മഞ്ഞു പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. അതായത് എൻ്റെ മക്കൾ ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയങ്ങൾ അറിയാമോ? ഇപ്പം ഞാൻ തന്നെ 1974-77 എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു വിഷമസന്ധി ഉണ്ടായി. കാര്യം ഞാൻ കോളേജിൽ 2 വിഷയം എനിക്ക് ഫ്ലോപ്പായി. സെമിനാറിലെ എൻട്രൻസ് പരീക്ഷയിൽ 4 വിഷയം എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ സെക്കൻഡ് ഇയർ വന്നപ്പോൾ എനിക്ക് എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് എഴുതേണ്ടി വന്നു. ദുഃഖ വെള്ളിയാഴ്ച ഞാൻ 22 മണിക്കൂർ പഠിച്ച ഒരു ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്തു എൻ്റെ ജീവിത വള്ളം മുങ്ങിപ്പോയി. അപ്പോൾ ഞാനോർത്തു ഏതെങ്കിലും വിഷയത്തിന് പോയാലും കോളേജിൽ തോറ്റാലും എൻട്രൻസ് തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ ദൈവവിളി ദുരാശരായിപ്പോയി.
ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷമം എന്ന് പറയണത്, ദൈവമേ സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവവിളി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? അന്നൊക്കെ കരിസ്മാറ്റിക്സും ദൈവത്തിൻ്റെ വചനവും ഒന്നും നമുക്ക് ഇതുപോലെ സംലഭ്യമല്ലായിരുന്നു. പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബൈബിൾ വെച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ബൈബിളല്ല ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, എക്കണോമിക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പഠിക്കാൻ പോണ സമയത്ത് വചനം കൊണ്ടുപോകുമായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അത് കർത്താവ് തന്നെയാണെന്ന്. അപ്പോൾ എൻ്റെ ആ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് ഓപ്പൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വിശ്വാസപ്രമാണം ചൊല്ലി. ആരും എന്നോടത് പറഞ്ഞതല്ല, വിശ്വാസപ്രമാണം ചെല്ലാൻ വേണ്ടി എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചതാണ്. ഞാനത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ വചനം എന്നറിയാവോ, ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കുമെന്നാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് വല്ലാത്തൊരു ആന്തരിക അഭിഷേകം വന്നു. അന്ന് അഭിഷേകം എന്ന വാക്ക് പോലും ഉപയോഗിക്കാറില്ല കേരള സഭയിൽ, ഒരു സഭയിൽ ഉപയോഗിക്കാറില്ല. അതൊക്കെ പുതിയ ആധ്യാത്മികതയുടെ ജനത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ വല്ലാത്തൊരു പിരിവിരിപ്പ് നെഞ്ചിൽ നിന്ന് സരസിൽ നിന്ന് കയറി ഇറങ്ങണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ വചനം ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവവിളിയുണ്ട്, ഞാൻ ഇവിടെ പരാജയപ്പെടുത്തില്ല, എന്നെ വിജയിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം എന്നെ വിജയിപ്പിക്കുമെന്ന് എന്നെ മനസ്സിലാക്കി. പക്ഷെ അതുകൊണ്ട് ഞാൻ എഴുതാത്ത പരീക്ഷയ്ക്ക് ഞാൻ 45 മാർക്കിന് എഴുതിയിട്ടുള്ള ലാറ്റിൻ ഗ്രാമർ. പക്ഷേ ദൈവം എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 90 തന്നു. അതെന്താണ്? അത് അന്ന് തന്നെ എനിക്ക്, ഇന്നാണ് നമുക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാകണത്. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ ദൈവം, നിങ്ങൾ ചോദിക്കും ദൈവം വരുന്നവർക്കെല്ലാം ഗ്രേസ് മാർക്ക് കൊടുക്കുമെന്ന്. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. പോയാൽ പിന്നെ ദൈവം മാത്രമേ നമുക്കുള്ളൂ. അത് നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ദൈവത്തിൻ്റെ കൃപ. പക്ഷെ ഞാനന്ന് ആ വചനം വിശ്വസിച്ചു. എന്താണ്? ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കും, മാസം തോറും സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ ഞാൻ നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് മോശ ജോസഫിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ എൻ്റെ പേര് ചൊല്ലി വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെക്കുറിച്ച് കരുതലുണ്ടെന്ന്. ഞാനാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, അവശേഷിക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താ? അവശേഷിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്ന പറയണത്. ഒരു വലിയ ഒരു പ്രത്യാഘാതമോ ഒരു അഗ്നിപരീക്ഷയോ കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന ഒരു ചുരുക്കമാണ്. നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു വലിയ ഒരു അഗ്നിപരീക്ഷയ്ക്ക് ശേഷം വീണ്ടും വിശ്വാസം നമ്മൾ അവശേഷിക്കുകയാണെങ്കിലേ അതിൻ്റെ അർത്ഥം അങ്ങനെ അവശേഷിക്കുന്നവർക്കാണ് വാഗ്ദാനം ദൈവം സഫലമാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷയെന്ന് പറയണത്, എന്ത് അഗ്നിപരീക്ഷ ഉണ്ടായാലും ആരെല്ലാം നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും നിങ്ങളെ ആശ്രയം വെച്ച സ്ഥലത്തു നിന്നെല്ലാം നിങ്ങൾക്ക് പരാജയം ഏറ്റുപേടിച്ചാലും വിശ്വാസം അവശേഷിക്കണം. കർത്താവ് ഉദ്ദേശിക്കണം അത് തന്നെയാണ്. 8:18 നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 18:8 എന്താ പറയണത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം അവശേഷിക്കുമെന്ന്. അപ്പോൾ അവശേഷിക്കേണ്ടത് എന്താണ്? വിശ്വാസമാണ് അവശേഷിക്കേണ്ടത്. എപ്പോഴാണ് വിശ്വാസം അവശേഷിക്കേണ്ടത്? ഒരു അഗ്നിപരീക്ഷ, രോഗം, പീഡനം, തകർച്ച എല്ലാം കഴിഞ്ഞാലും വിശ്വാസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട്, വിശ്വാസം അതിജീവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അവശേഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വാഗ്ദാനം പാലിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.